കഥ കസേരകളി കഥകളി. തെരഞ്ഞെടുപ്പിൽ ആര് ആദ്യം രംഗത്തിറങ്ങുമെന്ന് കാണിക്കാൻ മത്സരിക്കുകയാണ് പാർട്ടികളും മുന്നണികളും. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് മുമ്പേ സഞ്ചരിക്കുന്ന ഒരാളാണ് തൃശൂർ MP TN പ്രതാപൻ. പാർട്ടി മനസ്സിൽ കാണുന്നതിന് മുമ്പേ പ്രതാപനെ മതിലിൽ കാണാൻ തുടങ്ങി നാട്ടുകാർ. താൻ മത്സരിക്കണമെന്ന് തന്നേക്കാൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ചെയ്യുന്നതാണ് ഇതൊക്കെയെന്നാണ് പ്രതാപൻ പറയുന്നത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നാണ് ചുവരെഴുത്ത്. വയനാട്ടിൽ രാഹുലിന് പോലും ഇല്ലാത്ത പ്രതാപമാണ് തൃശ്ശൂരിന് പ്രതാപനെ. അയ്യോ, എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ഒരു സൂചന പാർട്ടി നേതൃത്വമോ പാർട്ടി പ്രവർത്തകരോ നൽകിയിട്ടില്ല. പാർട്ടി എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കും. സ്നേഹത്തോടെ ഇത്തിരി ആട്ടിങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ് ശവത്തിൽ കുത്തല്ലേ ചക്രവർത്തി. പാർട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കും. സ്ഥാനാർത്ഥിയൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നടപടിക്രമമുണ്ട്. ഇപ്പോൾ PEC രൂപീകരിച്ചിട്ടുണ്ട്. ആ PECയുടെ കമ്മിറ്റി ഉടനെ കൂടും. അവർ ചില തീരുമാനം എടുക്കും. അത് സെൻട്രൽ സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് പോകും. ആ പ്രൊസീജിയറടക്ക് ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ജനങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പാർട്ടി പറഞ്ഞാലേ മത്സരിക്കൂ എന്നാണ് പ്രതാപൻ പറയുന്നത്. വെറും നിസ്സാരനായ തന്നെ ഈ നിലയിൽ എത്തിച്ചത് പാർട്ടിയാണ്. അതൊക്കെ ശരി തന്നെ പ്രതാപ. ആ പാർട്ടിക്ക് വേറൊരു നിസ്സാരക്കാരനെ ഈ നിലയിൽ എത്തിക്കണമെന്ന് തോന്നിയാലോ? അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഒന്ന് ചുവരെഴുന്നതിൽ തെറ്റില്ല. അത് ഉറപ്പിക്കുന്നത് നല്ലതാണ്. എൻ്റെ പാർട്ടിയാണ് എന്നെ പോലത്തെ ഒരു നിസ്സാരണക്കാരനെ ഇവിടെ എത്തിച്ചത്. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളും. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളും പിന്നെ എൻ്റെ പാർട്ടിയും എന്ത് ആവശ്യപ്പെട്ടാലും ഞാനതനുസരിക്കും. നിനക്ക് ഞാൻ 10 രൂപ തരും. ഒരു ചെറിയ പണി ഒപ്പിക്കാം. അത് വലിയ ചടിവല്ല. ഷെടോ, സത്യവും മര്യാദയും കൊണ്ടുകിടന്ന ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. ശരി, ഞാൻ ചെയ്യാം. ചോരത്ത് എഴുതിയ ആളുകളോട് മായ്ക്കാൻ ആവശ്യപ്പെടും. അത് ആവേശ കമ്മിറ്റിക്കാരങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രതാപൻ തന്നെ പോയി അത് മായ്പ്പിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ. സ്ഥാനാർത്ഥി ഒന്നും തീരുമാനിച്ചിട്ടില്ല കേരളം. ഇനി നീ എങ്ങാനും കഴിഞ്ഞ തവണയും ഇതേ നടപടി എടുക്കാത്തതുകൊണ്ടല്ലേ ഇത് ആവർത്തിക്കുന്നത്? അന്ന് മായ്പിച്ചു. പാർട്ടി പ്രവർത്തകരുടെ പേരിൽ ഒരു കാരണവശാലും നടപടി എടുക്കാൻ പറയാം. നമുക്ക് നിർദ്ദേശിക്കാനും പറയാനും ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട്. അതൊക്കെ നമ്മുടെ പാർട്ടിയിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കും. അതല്ല, അതൊന്നും അതൊക്കെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലേ. അതൊക്കെ ആവേശ കമ്മിറ്റി അതൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. സ്പിരിറ്റ് അല്ലേ. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആളുകൾ കടന്നു കഴിയുമ്പോൾ പ്രവർത്തകരുടെ ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കെട്ടിയിട്ടിറങ്ങി വാടാവേ. പണ്ടൊക്കെ ജനങ്ങൾ തോളിലേറ്റുമ്പോഴാണ് നേതാക്കൾ വിവരങ്ങളിലെത്തിയിരുന്നത്. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇങ്ങനെ സ്വയം ഉയർത്തേണ്ടി വരും. തൃശ്ശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് എൻ്റെ പേരുണ്ട്. അത് പാർട്ടിക്കാരുടെ കോൺഗ്രസ് പാർട്ടിക്കാരുടെ UDFന്റെ ഹൃദയത്തിൽ മാത്രമല്ല, എത്രയോ LDF അനുഭാവികളുടെയും നിഷ്പക്ഷമതികളുടെയും ഹൃദയത്തിനകത്ത് എൻ്റെ പേരുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായാണ് ഞാനും അവരുമായുള്ള സൗഹൃദം, തൃശ്ശൂർക്കാരും സൗഹൃദം. അതുകൊണ്ട് എനിക്ക് തൃശ്ശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള പേരാണ്. അവരുടെ ഹൃദയത്തിന്റെ ചുവരിൽ തങ്കലിപികളാൽ എഴുതിയതാണ് എൻ്റെ പേര്. പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ സാരഥ്യമേറ്റെടുക്കാൻ എന്നോടാവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. അല്ല പ്രതാപൻ സാറേ, അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ? ഇത്തവണ ജയിക്കുമോ? ഒരു സംശയമില്ല. 100% ഉറപ്പാണ്. 100% ഉറപ്പ്. 100%. ഇത് 100% ആത്മവിശ്വാസത്തോട് പറയുന്നു. കോൺഗ്രസ് പാർട്ടിയും UDFും എന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ തൃശ്ശൂരിലെ ജനങ്ങൾ അവരുടെ ഇരു കൈവെള്ളയിൽ എന്നെ കൊണ്ടു നടക്കും. അത് പാർട്ടികൾക്ക് അതീതമാണ്, മതങ്ങൾക്ക് അതീതമാണ്. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ കരുതി കൂടി നടക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് കഥകളിയുടെ അഭിപ്രായമല്ല കേട്ടോ, നമ്മുടെ ജയരാജൻ ചിറ്റപ്പൻ്റെ കണ്ടെത്തലാണ്. സർക്കാർ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിക്കേണ്ട താമസം ഉടക്കുമായി അപ്പോൾ സതീശൻ എത്തും. കേരളത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നത് മുതൽ കേരളത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തകർക്കാനും തുരങ്കം വെക്കാൻ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളം നേടിയിട്ടുള്ള ഒരു വികസന കാര്യങ്ങളിലും
കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സഹായങ്ങളോ പിന്തുണയോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തകർക്കലാണ് ലക്ഷ്യം. എടോ ഇലനക്കി നായയുടെ ചിറുനക്കി മോലാളിമാരെ, നിങ്ങളിവിടെ അറിയണം ഞാൻ ഈ പറയണത്. ഇവന് ആദ്യം കുടിപ്പിച്ചേർത്തും പിന്നെ കുളിപ്പിച്ചേർത്തും, അതാണ് ഇവന്റെ സ്റ്റൈല്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോവും, പക്ഷേ ഞാൻ ഇനിയും വരും. നിന്റെ കട്ടപ്പൊക കാണുന്നവരെ ഞാൻ ഇനിയും വരും. ആ VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിയുടെ ഒരു തുടർച്ചയാണ് ഇവിടെ 2019 ആരംഭിച്ചതാണ് K-ഫോൺ. കേരളത്തിൻ്റെ സ്വന്തം ഇന്റർനെറ്റ് സംവിധാനമാണ് K-ഫോൺ. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത് പ്രതിപക്ഷ നേതാവ്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാൻ അവനാര് എണ്ണൻ പിള്ളേ. VD സതീശൻ ഈ കേരളത്തെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവാണ്. ഒരു ക്രൂരമായ മനസ്സിൻ്റെ ഉടമയാണ്. നശീകരണ വാസനയുടെ ഉടമയായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ക്രിയാത്മകമായ ഒരു കാര്യങ്ങളും നിർദ്ദേശിക്കാനില്ല. നല്ല കാര്യങ്ങളെ ഒരിക്കലും പോലും അംഗീകരിക്കാത്ത ഒരു മനസ്സിൻ്റെയും ചിന്തയുടെയും ഉടമയാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ അതിനകത്ത് VD സതീശൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹം കണ്ടുപിടിച്ച മാർഗം കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായും കേരള താല്പര്യങ്ങൾക്കെതിരായിട്ടുമുള്ള പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ്.